ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നല്ല വെയിലുള്ളൊരു ദിവസമാണ് ഇന്ന് സൺഡേ. അപ്പോൾ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി നാളെ ചൊവ്വാഴ്ച ഇടാം കേട്ടോ. എല്ലാം ഷൂട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്ത് തീർന്നിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തിരി വൈകി മുറ്റത്തേക്ക് എത്താൻ. അപ്പോഴേക്കും നല്ല വെയിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യണം വരി തലയിൽ തോർത്തിട്ടു. എന്താ വെച്ചാൽ നീരുവെച്ചുണ്ട് കുറച്ച്. അപ്പോൾ പിന്നെ ഇനി വെയിലും കൂടി കൊണ്ടാൽ ഭയങ്കര വയ്യാണ്ടാവും. പക്ഷെ നമുക്ക് തുണികൾ കഴുകാണ്ട് നിവൃത്തിയില്ല. അന്ന് നല്ല മഴക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തുണികൾ കഴുകിയിട്ടാൽ വെള്ളം വന്ന് കിട്ടുമെങ്കിലും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ആദ്യം തന്നെ തുണികൾ കഴുകായിരുന്നു. അപ്പോൾ കാലത്ത് ഗോതമ്പ് ഉപ്പുമാവ് നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഗോതമ്പല്ലേ റേഷൻ കടയിൽ നിന്ന്, അത് പൊടിച്ചിട്ട് ഗോതമ്പ് ഉപ്പുമാവും കടലക്കറിയാണ് വേണ്ടത്. കടല ഉണ്ടായില്ല, അപ്പോൾ അതിന് പകരം മുതിരക്കറിയും കൂടി കൂട്ടിയിട്ടാണ് രാവിലെ കഴിച്ചത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അലക്കൊക്കെ കഴിഞ്ഞ് എല്ലാതും അവിടെ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം ക്ലീനിങ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുള്ള ദിവസമാണ്. ഇട ദിവസം ഒന്നും ഒട്ടും ക്ലീനിങ് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. പിന്നെ കുറേ ഗോതമ്പും പച്ചരിയും മല്ലിയും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കഴുകി ഉണക്കണം. അതിലൊക്കെ നിറയെ പൊടിയും ആകെ ഇതുണ്ട്. അപ്പോൾ നന്നായിട്ട് ചേറിയിട്ട് വേണം അതൊക്കെ ഒന്ന് കഴുകാനായിട്ട്. അപ്പോൾ ഒന്ന് ചേറുകയാണ്. അപ്പോൾ അത് അകത്തിരുന്ന് ചേറിയാലൊന്നും ശരിയാവില്ല എന്ന് വെച്ചാൽ അത്രയും പൊടിയാണ്. പിന്നെ നമ്മൾ വീടും അതുപോലെ തന്നെ വൃത്തിയാക്കാൻ നിൽക്കണം. അതിലും ഭേദം ഇവിടെ നിന്ന് വൃത്തിയാക്കാണ്. അപ്പം ഞാൻ എന്താ ചേറിയിട്ട് അത് പറക്കാനുള്ളതൊക്കെ തണലത്തേക്ക് നീന്ന് ചെയ്തു. ചേറാൻ മാത്രം മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെ ആദ്യം ഒന്ന് നിന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വെയിലാന്ന് മനസ്സിലായപ്പോൾ പിന്നെ അകത്ത് പോയി നിന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ മാറി മാറി ചെയ്ത് പച്ചരിയും ഗോതമ്പും മല്ലിയൊക്കെ ഒന്ന് ആദ്യം തന്നെ ചേറിയെടുത്തു കേട്ടോ. ചേറിയെടുത്തില്ലെങ്കിൽ അതിൽ നിറച്ച് പൊടി ഉണ്ടാവും. ആ പൊടിയും കൂടി ആകുമ്പോൾ പിന്നെ കുറേ പ്രാവശ്യം കഴുകേണ്ടി വരും. മല്ലിയൊക്കെ കുറേ പ്രാവശ്യം കഴുകിയാൽ ശരിയാവില്ല. അതുപോലെ ഗോതമ്പായാലും അങ്ങനെ കുറേ പ്രാവശ്യം കഴുകിനി അത് കുതിർന്ന് അങ്ങോട്ട് പോവും. പിന്നെ അത് അത്ര അങ്ങോട്ട് നന്നാവില്ല. ഉണക്കിയാൽ 2-3-4 ദിവസമൊക്കെ ഉണക്കേണ്ടി വരും. ഇന്ന് 1-2 ദിവസം ഉണക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊന്ന് ഉണക്കാനായിട്ടാണ്. കുറേ ദിവസമായി വിചാരിക്കണം ഇതൊന്ന് ഉണക്കണമെന്ന്. ഓഫീസിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെയിൽ കാണുമ്പോൾ വിചാരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ കോണീരെ ചോട അങ്ങനെ ആകെ വൃത്തികേടായിരുന്നു. ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് പിന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരാൾ സാധനങ്ങൾ കൊണ്ടുവരാൻ പിന്നെ മറ്റുള്ളവരും അവിടെ കൊണ്ടുവിടും. അങ്ങനെ ആകെ വൃത്തികേടാവും. അപ്പോൾ കുറച്ചൊക്കെ താഴത്തെ തുണികൾ വിരിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ ഞാൻ വേഗം എടുത്ത് തിണ്ടുമ്മയ്ക്ക് തന്നെ എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഒരു തുണിയിൽ തന്നെ ഗോതമ്പും അതേപോലെ ഗോതമ്പ് കുറച്ചുണ്ടായിരുന്നുള്ളൂ. ഗോതമ്പും മല്ലിയും കൂടി ഇട്ടു. വേറെ തുണിയിൽ പച്ചരിയും കൂടി ഇട്ടു കേട്ടോ. പച്ചരി ഇത്തിരി കൂടുതലുണ്ടായിരുന്നു. വേറെയും പച്ചരി ഉണ്ട്, പക്ഷേ ഇത് എന്താ പറയുക നിറയെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേഗം കഴുകി വൃത്തിയാക്കി. നമുക്ക് ഇഡ്ഡലിക്കൊക്കെ എടുക്കുമ്പോഴായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കാരണം അത് കഴുകിയിട്ടു. പിന്നെ ഞാൻ തുണികളൊക്കെ തിണ്ടുമ്മയ്ക്ക് വിരിച്ചിട്ടു. തിണ്ടുമ്മയ്ക്ക് വിരിച്ചിട്ടാലും പ്രശ്നമാണ്. എന്താ വെച്ചാൽ കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ താഴത്തേക്കാണ് പോകും. അപ്പോൾ ഒന്ന് ഉണങ്ങണത് നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ നോക്കിയെടുത്തില്ലെങ്കിൽ അതൊക്കെ താഴത്തേക്ക് വീണ് വീണ്ടും കഴുകേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അങ്ങനെ തുണികൾ ഒരു ലോഡ് കഴുകലും ഇത് എടുക്കലും അപ്പോൾ ഒരു ആശ്വാസമായിട്ടാണ്. പക്ഷേ ഇനി ഒന്ന് അടിച്ചോരി വൃത്തിയാക്കി തുടയ്ക്കണം. അപ്പോൾ ആ ഗോതമ്പും മല്ലിയും കൂടി ഒന്നിച്ച് കൂടുമെന്ന് വെച്ചിട്ട് ഞാനൊന്നും കൂടി അവിടെ നിന്ന് ക്ലിയർ ആക്കിയിട്ട് തിരിച്ച് പോരാണ് കേട്ടോ. നിറയെ പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് അതോടുകൂടി തന്നെ മോളിയും തന്നെ അടിച്ചു വാരി ഇങ്ങോട്ട് പോന്നു. നല്ലോണം പൊടി ഉണ്ടായിരുന്നു. കോണിയുമ്പോൾ പിന്നെ ആരും അടിക്കലില്ല കേട്ടോ. മുകളിൽ പിള്ളേരടിക്കും, ഞാൻ താഴത്തടിക്കും. പക്ഷേ കോണി അങ്ങോട്ട് വിട്ടുപോകും. അങ്ങനെ കോണീനെ അവിടെ തുടങ്ങി അടിച്ച് എല്ലായിടത്തും അടിച്ചെത്തി കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ എന്നും അടിക്കലുണ്ട്. പക്ഷേ കോണിയുമ്പോൾ മാത്രമാണ് ഈ ഒരു ബുദ്ധിമുട്ട്. ഞാൻ ഒന്നുമില്ലെങ്കിൽ ജോലിക്ക് പോകാൻ നേരത്തായാലും ഓടിപ്പോയിട്ട് ഒന്ന് അടിച്ച് വാരിയിടും. ചിലപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും സാധിക്കാറില്ല. എല്ലാ ദിവസവും നമുക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. പിന്നെ ബാത്റൂമൊക്കെ ഞാൻ അപ്പം കഴുകിയിട്ട കാരണം കൊണ്ട് ഇന്ന് ഉണ്ടായിരുന്നില്ല. എല്ലാതും കൂടി ഒരു ദിവസം ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ വാഷ് ബേസിൻ ഒന്ന് അതോടുകൂടി കഴുകിയിട്ടു. ഈ ഒരു ഭാഗമാണ് ആകെ അങ്ങോട്ട് വൃത്തികേടായത്. അപ്പം ഞാനവിടെ കുറച്ച് നമ്മുടെ ലിക്വിഡുകളില്ലേ, അതും ഡെറ്റോളും അതൊക്കെ എടുത്ത് 3-4 റൗണ്ടായിട്ട് തുടച്ചു. ആദ്യം നല്ല വെള്ളത്തിലും പിന്നെ പിഴിഞ്ഞിട്ട് അങ്ങനെ ആയിട്ട് ഒരു 3-4 റൗണ്ട് തുടച്ചപ്പോഴാണ് ആ ഒരു ഭാഗത്തെ പൊടിയൊക്കെ പോയി കിട്ടിയത് കേട്ടോ. ഈ അരിയിലും ഗോതമ്പിലൊക്കെ പൊടി അവിടെയും ആകെ ആയിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടെ അടച്ചിടാൻ കുഴപ്പമില്ല. പക്ഷെ അടച്ചിട്ടാലും നമ്മൾ വൃത്തിയാക്കേണ്ടതൊക്കെ വൃത്തിയാക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ അവിടെ അടിച്ച് തുടച്ചു. പക്ഷേ നമ്മുടെ അടുക്കളയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനും അതേപോലെ ഉച്ചക്കലേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തിന് ശ്രീകുട്ടനും വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അടുക്കളയിൽ പണിയുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 12:30 ആയി കേട്ടോ. അപ്പോൾ പിന്നെ അവരുടെ വക ആദ്യത്തിൻ്റെ വകയായിരുന്നു ഇന്നത്തെ ചിക്കൻ റോസ്റ്റ്. ചിക്കൻ വെറുതെ വറുത്തെടുത്താണ് കേട്ടോ. പറഞ്ഞു കൊടുത്ത് അതുപോലെ ചെയ്തു. പിന്നെ പാത്രങ്ങൾ കഴുകലും അടുക്കള ക്ലീനിങ്ങൊക്കെ ശ്രീകുട്ടനാണ് ചെയ്തത്.
അങ്ങനെ രണ്ടാളും കൂടി സഹകരിച്ച് ചെയ്തു. ഇന്ന് നമുക്ക് പെൺകുട്ടികളുണ്ടായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് തീരെ വയ്യാത്ത ദിവസവും ഇങ്ങനെ കൂടുതൽ ജോലികളുള്ള ദിവസമൊക്കെ ഒന്ന് തിരിച്ചൊക്കെ എടുക്കാം. അപ്പോൾ അത് ആ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറയെ റോസപ്പൂ ഉണ്ടായിരിക്കണം കേട്ടോ. റോസമ്മ കുറേ റോസപ്പൂ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് ആ ശ്രീകുട്ടനോട് പറഞ്ഞിട്ടൊന്ന് അവൻ പിടിച്ചതാണ്. നല്ല ഭംഗി, അവൻ പിടിച്ച രീതി നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അത് ഇതാവുന്ന അടുക്കളയിലേക്ക് വന്നു. നമ്മുടെ ആദിത്യം ഭയങ്കര കുക്കാണ്. അപ്പം ഞാനിങ്ങനെ ഇത്തിരി തൈരും കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒത്തിരി വെളിച്ചെണ്ണ വെച്ച് ഫ്രൈ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് അതുപോലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതളൊക്കെ കഴുകി വൃത്തിയാക്കി. ഇതാ കായക്കൊല ഓണത്തിന് നിൽക്കുമെന്ന് അറിയില്ല, നല്ലോണം മൂത്തിട്ടുണ്ട്. എന്തായാലും അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ആ അരിയും ഇതൊക്കെ എടുത്ത ചാക്കുകളൊക്കെ ഉണ്ടായിരുന്നില്ല, ആ ചാക്കുകളൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനിയും ആവശ്യത്തിന് അരി വാങ്ങിക്കാനും പോകാനൊക്കെ വേണ്ടതല്ലേ. അത് അവിടെ ഇട്ടുണ്ടെങ്കിൽ പിന്നെ ആ പൊടി പിടിച്ച് അങ്ങനെ കിടന്നാൽ പറ്റില്ല. അപ്പോൾ ഒന്ന് കഴുകി വിരിച്ചിട്ടു. അപ്പോൾ പിന്നെ ഉണക്കി വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് എടുത്തുകൊണ്ട് പോകാലോ. നമ്മുടെ അമരപ്പയർ അല്ല കോവയ്ക്കില്ലേ, കോവയ്ക്ക പടർത്തണ ആ ഒരു ഇതുമ്മയാണ് കേട്ടോ ഞാനത് ഇട്ടിക്കുന്നത്. അടുക്കളയിൽ വന്നപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് എല്ലാതും വൃത്തിയാക്കിയിട്ടുണ്ട്. നല്ല അടുക്കള വൃത്തിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അതും നമ്മുടെ മക്കളൊക്കെ റെഡിയാക്കി തരുമ്പോൾ. അത് കഴിഞ്ഞ് ആ ചിക്കൻ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ വന്നപ്പോൾ. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ചോറ് ഞാൻ കുക്കറിൽ ഇട്ടുണ്ടായിരുന്നു, അതൊന്ന് വാർത്ത് വെച്ചു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു സവോള, ചെറിയൊരു സവോള ഒന്ന് അരിഞ്ഞിട്ടു, 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നൊരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിലത്തെ ഈ സവോള കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെച്ചാൽ നമുക്കിതിൽ ഗ്രേവി ഇല്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇത്തിരി ചോറൊക്കെ ഉണ്ടാകാനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാറ് കറി ഉണ്ടെങ്കിൽ ഒരു സൈഡായിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ ഇത്. പെട്ടെന്ന് പിന്നെ ചിക്കൻ എങ്ങനെ ഫ്രൈ ആക്കിയാലും ടേസ്റ്റൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് അങ്ങോട്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ചേട്ടൻ ഉണ്ടായിരുന്നില്ല കേട്ടോ, പകൽ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 ആളും കൂടി കഴിച്ചു. അപ്പോൾ അത് രാവിലത്തെ മുതിര ഉപ്പേരിയും പിന്നെ ചിക്കനും അച്ചാറും കൂട്ടിയിട്ടാണ് ഉച്ചക്കലത്തെ കഴിച്ചത്. ആകാശം നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏകദേശം ഉണങ്ങി ഇനി പാത്രത്തിലാക്കി വേഗം തന്നെ പൊടിപ്പിക്കാനായിട്ടാണ്. അപ്പോൾ ഒരു 10-15 പ്രാവുകൾ അവിടെ ഇരിപ്പായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിക്കാനായിട്ട്. ഞാൻ പണ്ട് അമ്മമാർ ചെയ്യണമാതിരി കണ്ണാടൊക്കെ കൊണ്ടുവച്ച് വന്ന് നോക്കി, ഒരു രക്ഷയില്ല. കണ്ണാട വെച്ചിട്ടൊന്നും കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു കാക്ക വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ചറിയിക്കും. പിന്നെ ഏതോ ഒരു കൊക്ക് ഈ പ്രാവുകളെ ഓടിപ്പിച്ചു, കൊക്ക് പോലെയൊക്കെ തോന്നിയത് കേട്ടോ, ഇനി എന്താണെന്നറിയില്ല. അപ്പോൾ പിന്നെ ആ പ്രാവുകൾ അങ്ങനെ പറന്നു പോയി, പിന്നെ വന്നില്ല. പിന്നെ ഞാനിത് ഇങ്ങനെ ആക്കിയിട്ട് ആ സൈഡൊന്ന് പിടിച്ച് അതിലേക്ക് ചെരിക്കാൻ പറഞ്ഞപ്പോഴേക്കും ആദിത്യൻ എല്ലാതും കൂടി അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞ് വീണ്ടും വലിച്ച് പുറത്തേക്ക് ഇട്ട് വീണ്ടും ഞാൻ അങ്ങനെ ഇടാൻ നിന്നില്ല, അവർക്കത് അറിയണില്ല പറയണത്. അപ്പം ഞാൻ വീണ്ടും തുറന്നു വെച്ച് ഇങ്ങനെ കുറേശ്ശെ കോരിയിട്ടിട്ട് നിറച്ചു വിട്ടാം. വലിയ തുണിയായ കാരണമാണ്. ചെറിയ തുണിയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇങ്ങനെയൊക്കെ നിറയ്ക്കാനായിട്ട്. 2 കൈ കൊണ്ട് അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു ചാക്കൊക്കെ വെച്ചാൽ പെട്ടെന്ന് തന്നെ പറ്റുമായിരുന്നു. പക്ഷേ ഇത് വലുപ്പം കൂടുതലേ. അത് അടച്ചു വെച്ചു. കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി. പിന്നെ ബാക്കിയുള്ളത് ആ ഡപ്പകളിൽ മല്ലിയും മുളകും ഇതൊക്കെ ആക്കി വയ്ക്കുക. മല്ലിയും മുളക് എന്നാണ് പറയണത്. മുളക് സപ്ലൈക്കൊന്നും കിട്ടുന്ന മല്ലിയാണ് കേട്ടോ ഞാൻ ഈ എടുത്ത് വെച്ച് ഇങ്ങനെ പൊടിപ്പിക്കുന്നത്. മുളക് അവിടെ നിന്ന് കിട്ടിയ കാലം മറന്നു, മുളക് കിട്ടാറേ ഇല്ല. ഇപ്രാവശ്യം പോയി ഇപ്പോൾ പരിപ്പും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് യാതൊരു വിധ ഗുണവും ഇല്ല. പരിപ്പും മുളകൊക്കെ കിട്ടിയാലാണ് നമുക്ക് സപ്ലൈക്കോലൊക്കെ പോയിട്ട് ഒരു ഉപകാരമുള്ളൂ. പിന്നെ എല്ലാത്തിനൊന്നും സബ്സിഡി ഇല്ലല്ലോ. സബ്സിഡി ഉള്ളത് അവിടെ ഉണ്ടാവില്ല, ഇല്ലാത്തത് അവിടെ ഉണ്ടാവും, ആ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഇതൊക്കെ അടച്ച് വെച്ച് പിന്നെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ആദ്യത്തിന് ഏറ്റവും കുഞ്ഞ ഡപ്പ കൊടുത്തു, ശ്രീകുട്ടൻ രണ്ടാമത്തെ കൊടുത്തു, ഞാൻ ഏറ്റവും വെയിറ്റുള്ളത് കൊടുത്തു. അപ്പോൾ ആ ശ്രീകുട്ടൻ പറയണേ എനിക്ക് വെയിറ്റുള്ളത് വേണം, ഞാനാണ് വലുത്, എനിക്ക് വെയിറ്റുള്ളത് തായോ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ അതൊന്നും പറയാണ്ട് ഞാൻ വെയിറ്റുള്ളത് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ആദിത്യൻ അതും കൂടി മുകളിലേക്ക് വെച്ച് കൊടുത്താൽ എന്നാൽ എനിക്ക് വെയിറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീണ്ടും കയറി വന്ന് തുണികൾ ഞാൻ ഉണങ്ങിയതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. തുണ്ടുമ്പോൾ താഴത്തേക്ക് വീഴുന്നു ഞാൻ പറഞ്ഞില്ലേ. പിന്നെ കുറേ നേരം നമ്മുടെ ഷോർട്ട് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്ത് പിന്നെ ഒരു വൈകുന്നേരമായിട്ടാണ് അടുക്കളയിലേക്ക് ചെന്നത് കേട്ടോ. അപ്പോൾ അത് സിമ്പിൾ ചിക്കൻ കറിയാണ്. കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യമായിട്ട് ഞാൻ വെച്ചു കേട്ടോ. അത്രയേ കഴിക്കുള്ളൂ. കുറേ ചിക്കൻ അങ്ങനെ ഒരുമിച്ച് പിള്ളേരായാലും ഞങ്ങളതിൽ കഴിക്കില്ല, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ അത് ആ ചിക്കൻ ഇട്ട് ഒരു വിനാഗിരിയും ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനാണ്. അതിലേക്ക് ഒരു തക്കാളി, 2 സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, പിന്നെ ചിക്കൻ മസാല കേട്ടോ. പിന്നെ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ചേർക്കാം, കുരുമുളക് പൊടി ഇട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ നേരത്തെ ചേർക്കാം. ഞാൻ മൂപ്പിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ നേരത്തെ ചേർത്തില്ല. അപ്പോൾ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടു. അപ്പോൾ വേണമെങ്കിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഈ നേരത്തെ തന്നെ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു പണി രണ്ടാമത് ഉണ്ടാവില്ല.
ഞാൻ മൂപ്പിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒറ്റ വിസിലടിച്ച് അപ്പോൾ തന്നെ തുറക്കാൻ നമുക്ക് ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടില്ല കളറില്ല എന്നുള്ളൂ. അപ്പോൾ എരിവുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ, അതിന് കളറ് കാണില്ലല്ലോ. പിന്നെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചെറിയുള്ളി നിറയെ അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ചെറിയുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് നാളികേരക്കൊത്തുണ്ടല്ലോ അതും കറിവേപ്പിലയും കൊണ്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മതി, എന്താ വെച്ചാൽ കുരുമുളക് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് എരിവുണ്ട്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ച് അതും കൂടി നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് തിളയ്ക്കണ വരെ ഒന്ന് അടുപ്പത്ത് ഇട്ടു കേട്ടോ. തിളച്ചതിന് ശേഷം അടച്ച് വെച്ചു. ഒന്ന് തിളയ്ക്കണം എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി കൂടി ഇട്ടിട്ടുള്ളതല്ലേ. തിളച്ചപ്പോൾ തന്നെ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ അത് അടച്ച് ഒരു 5 മിനിറ്റ് ചിക്കൻ മസാല ഇട്ടതാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ്, ഒരു 5 മിനിറ്റ് അല്ല, ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കാൻ അത്രയും നല്ലതാണ്. പക്ഷെ ഞാനൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് വെച്ച് കണ്ടത് തുറന്നപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ മക്രോണിയാണ്. അപ്പോൾ മക്രോണി വേവിച്ച് വെച്ചിട്ട് ശ്രീകുട്ടൻ്റെ സ്കൂളിൽ ഗൂഗിൾ മീറ്റ് ഉണ്ടായിരുന്നു. അതിന് പോയി വന്നപ്പോഴേക്കും അത് ആകെ ഉടഞ്ഞു പോയി കേട്ടോ. എന്നുവെച്ചാൽ വേവിച്ച് വെച്ച് ഇങ്ങനെ കട്ട പിടിച്ചാകെ ഇരുന്നു. അപ്പോൾ അത് എളുപ്പത്തിലാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചു, ഇഞ്ചിയല്ല വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം വെജിറ്റബിൾ ഇട്ട് കൊടുത്തു. അതിലേക്ക് ചാറ്റ് മസാലയും ബ്ലാക്ക് സോൾട്ടാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അത് ഇതിലേക്കൊക്കെ നല്ല രസമാണ്. അല്ലെങ്കിൽ മാഗിയുടെ മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇത്രയും ചെയ്തിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്തു. ആ നെയ്യിൻ്റെ ടേസ്റ്റും ചാറ്റ് മസാലയുടെയും ബ്ലാക്ക് സോൾട്ടിൻ്റെ ടേസ്റ്റാണ് അടിപൊളി കേട്ടോ. അതില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരത്തെ അത്താഴം എന്ന് പറയുന്നത് ഈ ഒരു ഫുഡ് തന്നെയാണ് കഴിച്ചത്. ചോറുണ്ടായിരുന്നു, എന്നാലും എല്ലാവരും ഇത് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഹാപ്പി ഡേ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഹാപ്പി മാത്രമല്ല നല്ല ഹാർഡ് വർക്കും ചെയ്തൊരു ദിവസമാണ് അല്ലേ. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബറാണ് കൂടാത്തത്, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ആദ്യത്തിനും ചേട്ടനും കൂടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തല്ലുവിടുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ നല്ല മിടുക്കന്മാരാട്ടാ. ചേട്ടനും അതെ, ആദിത്യനും അതെ. അപ്പം ഞാൻ ചിലപ്പോൾ ഒക്കെ മിണ്ടാണ്ടിരിക്കും. അങ്ങനെ എന്താ, നാളെ കാണാം. ഓക്കെ.